സത്യം പറഞ്ഞ ദൈവം ഉണ്ട് ശാരദേ, ദൈവം ഉണ്ട്. ഇന്നലത്തെ സംഭവങ്ങൾ ആലോചിക്കുമ്പോ ഇപ്പോഴും എന്റെ കാല് കിടുകിടാന്ന് വിറയ്ക്കുകയാണ്. സത്യം പറഞ്ഞ സുഗുണേട്ടാ, ഇന്നലെ നടന്നത് എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ആകെ ഒരു പുകമറ. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. ഒരു വലിയ പാഠം ആ ശാരദ ഇന്നലെ പഠിച്ചത്. ഒരു വലിയ പാഠം. പ്രാർത്ഥന കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് വേണം. കാശിന് വേണ്ടി എന്തും അങ്ങനെ ചെയ്യാൻ പാടില്ല. വിധിയായിട്ട് തന്നെയാ നരേട്ടൻ അന്വേഷിച്ചു പോയാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചതല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ദൈവമുണ്ട്, സത്യമായിട്ടുമുണ്ട്. ദൈവമേ, ഇനി ഇങ്ങനത്തെ തലതിരിഞ്ഞ ഏർപ്പാടൊന്നും കാണിക്കൂല. എല്ലാം നേരെ വാ നേരെ പോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ഈ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്. എടി, നമ്മൾ ഇന്നലെ ഒരു തെറ്റ് ചെയ്തു. ഇനിയും തെറ്റ് ചെയ്യാൻ പാടില്ല. അളിയനും ചേട്ടത്തേക്ക് വിട്ടിട്ട് അയ്യോ പാടില്ല 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 നമ്മെ നമ്മൾ പാടേ മാറും. ഹോ, വർഷങ്ങൾ പോകുന്ന പോക്കേ. 2006 ആണ്ട് പിറന്നത് മെനഞ്ഞാന്നാന്ന് തോന്നുന്നു. അതിനിടയ്ക്കിതാ 2007. കലണ്ടറായി കുഴപ്പം അത്ര ഉണ്ടാക്കുന്നത്. ഈ കലണ്ടർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. വർഷങ്ങളൊക്കെ ഒറ്റ നിലയിൽ അങ്ങ് നിൽക്കുമായിരുന്നു. അതെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ എത്ര ദിവസമായി അല്ലേ? എത്ര ദിവസമായി ചേർന്നളെ? 2 മാസം 3 മാസോ? അല്ല, അത് ഓഗസ്റ്റിലല്ലേ? അത് സെപ്റ്റംബറിലാണോ നിങ്ങൾ വന്നത്? അല്ല, അത് ചേച്ചി. അയ്യോ, അടുപ്പിലെ കറി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാനിപ്പോ വരാവേ. ഓഗസ്റ്റോ സെപ്റ്റംബറോ? സത്യമാണോ ശകുന്തള? അതിഥിയോട് വീട്ടിൽ വന്ന ദിവസത്തെ കുറിച്ച് ചോദിക്കാന്ന് വെച്ചാ കാര്യങ്ങൾ കൈവിട്ടു പോന്നു എന്നർത്ഥം. നിലനിൽപ്പ് ഭീഷണിയിലാണ്. ഈശ്വര, നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ? പിന്നെ എന്റെ ശവത്തി ചവിട്ടിയാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. എന്റെ ശവത്തി ചവിട്ടി അറിയോ? ഇന്ന് അപ്പുറത്തെ വാഴക്കല്ലിൽ നിന്നേ ഒരു കാക്ക അറിഞ്ഞു. അപ്പോഴേ എന്റെ ഉള്ളു പിടഞ്ഞതാ. വേറെ ഏതോ വീട്ടുകാർ വരുന്ന ലക്ഷണം പോലെ തോന്നി ആ കാക്കയുടെ വിരുന്ന് വിളിക്കല്. കൊല്ലും ഞാൻ. ആ കാക്കയും കൊല്ലും. കാക്കയിരുന്ന വാഴ ഞാൻ വെട്ടിക്കളയും. കാക്കയ്ക്ക് വെറുതെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയാൽ മതി. ബാക്കിയുള്ള ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ചേട്ടാ, ചൂടായിട്ട് കാര്യമില്ല. എന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കണം. പുതുവർഷത്തിന്റെ കാര്യമാണല്ലേ പറഞ്ഞത്? വഴിയുണ്ട്. സതിച്ചേച്ചിയുടെ മനസ്സ് അനുഭവപ്പെടുത്താൻ വഴിയുണ്ട്. ഒരു പുതുവത്സര സമ്മാനം കൊടുക്കുക. എന്താ? എടി, പുതുവർഷ സമ്മാനം. അതെ, സമ്മാനം കൊടുക്കുന്നവരോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും. സതിച്ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുത്താൽ നമ്മളോട് ഇഷ്ടം കൂടും. പിന്നെ ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയാൻ മനസ്സ് വരുത്തില്ല. എന്ത് സമ്മാനോ കൊടുക്ക? എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാൻ ഒരു ഗിഫ്റ്റ്. ഒരു ഡയറി വാങ്ങിച്ചു കൊടുക്കാം. പുതുവത്സര ഡയറി. ഓരോ ദിവസത്തെ അനുഭവങ്ങൾ, ജീവിത പാഠങ്ങൾ അതൊക്കെ കുറിച്ചു വെക്കാം. നമ്മളെ കുറിച്ചുള്ള പരാമർശങ്ങളും വരും. അത് ചേച്ചിക്ക് നമ്മളോടുള്ള സ്നേഹം കൂട്ടും. ആണോ? ആ, അല്ല, സമ്മാനം എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് എന്താടാ പുതുവത്സര സമ്മാനം? കാണേണ്ടത് കണ്ടറിയണം, പറയേണ്ടത് പറഞ്ഞറിയണം. ഇതിപ്പോ കണ്ടറിയേണ്ട കാര്യം. ചേച്ചി അതൊന്ന് തുറന്നു നോക്കിയാ. സത്യമായിട്ട് ഇതുവരെ ജീവിതത്തിൽ എനിക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇതാദ്യമായിട്ട്. ഈശ്വര, എന്റെ ഈ കുഞ്ഞുങ്ങൾക്ക് ദീർഘായുസ്സും എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്ക. തുറക്കാൻ പോവാണേ. തുറന്നു. എന്താടാ? തുറക്ക്. കണ്ട, പുതിയ വർഷത്തിന്റെ ഏറ്റവും നല്ല പ്രതീകമല്ലേ പുതിയ ഡയറി? ഡയറി എഴുതുന്നത് മാനസികോല്ലാസം ഉണ്ടാക്കും. ജീവിതത്തിനൊരു അടുക്കും ചിട്ടയുണ്ടാവും. കടന്നു വന്ന വഴികളിലൂടെ ഇനിയൊരു കാലത്ത് ഡയറി കുറിപ്പിന്റെ ഈ താളുകൾ ചേച്ചിയെ തിരിച്ചു കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിന്റെ വിഷാദങ്ങൾ, ആഹ്ലാദം, കണ്ണീര്, പുഞ്ചിരി, ദേഷ്യം, നിരാശ, സ്നേഹം, ആശ്വാസം ഒക്കെ ഒരു കാലത്ത് ഈ താളുകൾ നമുക്ക് കാണിച്ചു തരും. സതിച്ചേച്ചി, ഇന്ന് മുതൽ ഡയറി എഴുതണം. ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ഡയറി എഴുതി ചേച്ചി ചിലപ്പോ വലിയൊരു ഡയറി എഴുത്തുകാരി ആയിക്കൂടുന്നില്ല. അതെ, അന്ന് പക്ഷേ ഞങ്ങളേക്കൊന്നും മറക്കരുത്, അത്രേ പറയാനുള്ളൂ. എന്താ അങ്ങനെ പറഞ്ഞേ? ഒരിക്കലുമില്ല. നിങ്ങളെ ആരെയും ഞാൻ മറക്കില്ല. ഈശ്വര, ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ എഴുതണം. ജനുവരി 1. ഇന്നലെ ഉദ്ഘാടന ദിവസം.
ചേച്ചി ഒരു പേജ് മുഴുവൻ ഡയറി എഴുതി കാണും. എന്തായാലും ഫുൾ ടൈം എഴുത്തിലേക്ക് തിരിഞ്ഞാ മതിയായിരുന്നു. അതെ. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓടിക്കേ. ഓ ചേച്ചി ഞങ്ങൾ അടുക്കളയില്. നിങ്ങൾ പറഞ്ഞ നേരാ ഓടിക്കേ. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി എനിക്ക് പ്രത്യേക ഒരു ഉന്മേഷം തോന്നി. കണ്ട ഡയറി എഴുതേണ്ടാണ്. ഇന്നലെ നടന്ന സംഭവങ്ങൾ മനസ്സിൽ ആലോചിച്ചു. അക്ഷരങ്ങൾ കൂടി ഞാൻ വീണ്ടും സഞ്ചരിച്ചു. ദാ, ഡയറി എഴുതി കഴിഞ്ഞപ്പോ മനസ്സിനൊരു ഉന്മേഷം കിട്ടി, സുഖം ഉറക്കം കിട്ടി. അയ്യോ ദാണ്ട. ഞാൻ വായിക്കാവേ. ഇന്നലെ പ്രഭാതം മുതൽ അയ്യോ രാത്രി ചേച്ചി വരെയുള്ള പിന്നെ ഒരു കാര്യം, കത്ത് ഡയറി മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കരുത്. അതെ അതെ. നിങ്ങളല്ലേ എന്നെ ഡയറി എഴുതാൻ അല്ല, പ്രേരിപ്പിച്ചത്. അത് ശരിയാണ്. പിന്നെ നിങ്ങളിൽ നിന്ന് മറക്കാനുള്ള ഒരു വാചകവും ഈ ഡയറിയിൽ ഇല്ല. എന്നാ നീ എന്നെ വായിക്കും. അയ്യോ ഞാൻ ഇത് വായിക്കടാ. വായിക്കട്ടെ. ഓ, ഇത് കൊള്ളാം. ഞാൻ വായിക്കാം. വായിച്ചേ. ആ. പ്രിയപ്പെട്ട വായനക്കാരൻ, ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഞാൻ ചുരുക്കി വിവരിക്കാം. അയ്യോ ചേച്ചി ഇതെന്തോന്ന് ചെറുകഥയാ? ദാ നോക്ക്, നമ്മൾ ഡയറി എഴുതുമ്പോ അതിൽ എന്തെങ്കിലും ഒരു പുതുമ വേണം. അത് പറ. നീ വായിക്കടാ. ഓ ഞാൻ വായിക്കാം. ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഞാൻ ചുരുക്കി വിവരിക്കാം. പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ എന്റെ മേനിയിൽ സ്പർശിച്ചപ്പോൾ ഞാൻ ഉണർന്നു. ഞാൻ ജനാലയുടെ കർട്ടൻ മാറ്റി. പുറത്തെ വിശാലമായ ലോകത്തേക്ക് ഞാൻ മിഴികൾ പായിച്ചു. ചെടികളിൽ പറ്റിയിരിക്കുന്ന ഹിമബിന്ദുക്കളിൽ ബാലാർക്കന്റെ രശ്മികൾ വന്നു പതിച്ച് 1000 ആനന്ദ മുകുളങ്ങൾ വിടർത്തുന്നത് വിസ്മയത്തെ ചേച്ചി ഇതെന്തോന്ന് ചേച്ചി? രസച്ചരട് മുറിച്ചല്ലോ. അല്ല ഇത് നോക്ക്, ഒരു ദിവസത്തെ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആഹാ. ഞാൻ ആലോചിച്ചു, എനിക്ക് ബെഡ് കോഫി കുടിക്കണമല്ലോ. ഞാൻ മന്ദം മുറിയുടെ പുറത്തേക്ക് നടന്നു. അവിടെ നിന്നും അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഓടിക്കയും ശൗന്തളയും നിൽക്കുന്നു. നമ്മള് അവരെ കണ്ടപ്പോൾ ഈ കുട്ടികൾ വന്നിട്ടെത്ര ദിവസമായി? എന്ത് ഈ കുട്ടികൾക്ക് മടങ്ങി പോകണ്ടെന്നുണ്ടോ? അയ്യോ ചേച്ചി ഇത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, അല്ല. എന്റെ മനസ്സിലെ സത്യസന്ധമായ കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ എഴുതി, അത്രേ ഉള്ളൂ. നിനക്ക് മടിയാണോ? ഞാൻ വായിക്കാം. എനിക്ക് കണ്ണി ആ, പോകാവുന്ന ശരി പോലെ. ശരി ശരി, ഇപ്പൊ കണ്ടോ. ഓടിക്കേക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. അതോ ഇനി ജോലിക്ക് പോകാത്തതോ? അയ്യോ ചിലപ്പോൾ മടിയായിരിക്കും. ചിലരങ്ങനാണല്ലോ. ഇല്ല, ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. അയ്യോ. എന്നാലും സാധനങ്ങളുടെ വിലക്കയറ്റം അത് എന്താ ദാ വരുന്നു. എന്നെ ആരോ വിളിച്ചു ചേച്ചി. ആരും വിളിച്ചു? ഞാൻ കേട്ടില്ലല്ലോ. വിളിച്ച് ആരോ വിളിച്ചു. ദാ വിളിച്ച്. ഓ വരുന്നു കേട്ടാ. ദാ വരുന്നു. എന്നെ ഞങ്ങൾ ദാ ഓടിക്കരുത്. വരുന്നു. ആണ്ട് വഴി കയറി തേക്കും കടയിൽ കണക്ക് മാറി. ആരും വിളിച്ചില്ല. ദാ, ബാക്കി കേട്ടോളൂ. ദാ, ഞാൻ തീരുമാനിച്ചു. ഓടിക്കോടി ശകുന്തള ചോദിച്ചു, ഡയറി എന്നാണ് തിരിച്ചു പോകാൻ പ്ലാൻ? മറ്റൊന്നിനുമല്ല, ഒരു സന്തോഷത്തിന്. അയ്യോ ഇതെന്തുവാ രാമായണം വായിക്കുന്നോ? ഡയറി അമ്മാവ, ഡയറി. നിങ്ങൾ സംഭാവന തന്ന ഡയറി. എന്റെ ചിന്തകളൊക്കെ ഞാൻ എഴുതി വെച്ചു. ബാക്കി വായിക്കാം. വായിക്ക്. അമ്മാവന്റെ ഭാവം തുടങ്ങുന്നേ ഉള്ളേ. അയ്യോ വായിക്ക്. ഓടിക്കെ ശകുന്തള അമ്മാവൻ. ഇവർക്ക് ഈ വീട്ടിൽ പ്രത്യേകിച്ച് എന്താണ് ജോലി? അമ്മാവൻ ഒരു വലിയ പ്രശ്നക്കാരനാണല്ലോ. വീഴല്ലേ? എപ്പോഴും കുട്ടി കുട്ടി എന്ന് വിളിച്ച് ഇറച്ചേച്ചിയുടെ പിന്നാലെ നടക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആ ആഹാ. നെഗറ്റീവ് എഫക്ട് എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ എന്ത് വിചാരിച്ചു അതിന്റെ നേരെ വിപരീതമാണ് സംഭവിച്ചത്. നാളെ ഒരു കാലത്ത് ആരെങ്കിലും ഈ ഡയറി എടുത്ത് വെച്ച് വായിച്ചാൽ എന്റെ ദൈവമേ, പിന്നെ നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പാടി കൊടുത്ത് അടി വാങ്ങിച്ച പോലെ ആയിപ്പോയി. അതുമല്ല, ഒറ്റ ദിവസത്തെ അനുഭവത്തിൽ തന്നെ ഒരു ഡയറി തീർന്നു. ഇന്നിപ്പോ ഡയറി എഴുതാനുള്ള അർപ്പ് മാറി കിട്ടി. നാളെ മുതൽ തൂത്തു വാരി ചറ വരാന്ന് എഴുതി തുടങ്ങും. അമ്മാവാ, എന്തോ അതെ, ഇതിലൊരു ഗുണപാഠമുണ്ട്. എന്തോന്ന്? എന്താണെന്നറിയാവോ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാള് എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത്. പുറമേ എത്ര ചിരിച്ചു കാണിച്ചാലും നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം നേരത്തെ രൂപപ്പെട്ട് കിടക്കും. കൃത്യമായ ഒരു അവസരത്തിൽ ആ അഭിപ്രായം പുറത്തു വരികയും ചെയ്യും. നേരാ. ദൈവമേ, ഇനി എന്തൊക്കെ അഭിപ്രായമാണോ കേൾക്കാൻ കിടക്കുന്നത്? അതെ, നിങ്ങളൊക്കെ കൂടെ ഇല്ലേ ഡയറി എവിടെ എഴുതാൻ മനസ്സമാനത്തോടെ നിൽക്കാൻ സമ്മതിക്കില്ല. വന്നേ വാ, മക്കളെ. വാടി. എത്ര വലിയ വീട്. ഇതുപോലെ 7-8 വീടുകളിലൂടെ ഉണ്ട് കേട്ടാ. നിനക്ക് പറ്റുമല്ലോ അല്ലേ? വാ, വാ, വാ. ആടി.
ആഹാ ആരാ ചേച്ചി ഇത്? അയ്യോ എന്റെ അനിയത്തിയുടെ മോള്. ഇനി കുറെ നാൾ അവൾ എന്റെ ഓടക്കാം. എന്താ? എന്റെ കുഞ്ഞെ ഇവള് നന്നായിട്ട് പഠിക്കും. പക്ഷേ പഠിപ്പിന് പറ്റിയ ജോലി കിട്ടുമെന്ന് എന്താ ഒരു ഉറപ്പ്? അപ്പൊ ഞാൻ ഇവളെ കൂടി കൊണ്ട് നടക്കാന്ന് വിചാരിച്ച് 3-4 MA ഡിഗ്രി എടുത്ത ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും വീട്ടിൽ വേല ഏതെങ്കിലും ജീവിക്കാലോ. അപ്പൊ എന്റെ അപ്പൻഡീസായിട്ട് വീട്ടു ജോലി ചെയ്യാ പഠിക്കുക. ഇനി അതാണ് ഇവളെ ഡ്യൂട്ടി. എന്താ മോളെ പേര്? ചിന്നമ്മു. ചിന്നമ്മു, അയ്യോ, നല്ല പേര്. മക്കളെ ഒരുപാട് വേല കിടക്കണം. ഇങ്ങോട്ട് വന്ന് നമുക്ക് കിന്നാര പറഞ്ഞോണ്ടിരിക്കാൻ നേരെ ഇരിക്കണ. പാവം. ഗുഡ് മോർണിംഗ് കുഞ്ഞേ. എന്ത് കുഞ്ഞേ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മിനിമിന്നാ നോക്കിയിരിക്കണത്? വാട്ട് ഹാപ്പൻ? ആ ഒന്നുമില്ല ചേച്ചി, ഓരോ മായക്കാഴ്ചകൾ കണ്ടേ മയങ്ങി നിൽക്കുകയായിരുന്നു. ആ നമുക്കിതൊന്നും വിരിച്ചിട്ടില്ല. ഒരാളിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മനസ്സിലാവണ ഭാഷയിൽ പറയണം കേട്ടാ. സസ്പെൻസ് ഇടാതെ. സംഗതി എന്തിരി? അല്ല സ്കൂട്ടറേ, ഈ സ്കൂട്ടറുകളെ, അയ്യോ സ്കൂട്ടറിൽ കാഴ്ച കാണാൻ എന്തിരിക്കുന്നു? ഈ പെണ്ണുങ്ങളെ, ഓരോ പെണ്ണുങ്ങൾ എത്ര രസമായിട്ടാ സ്കൂട്ടർ ഓടിച്ച് പോകുന്നതേ. എത്ര ആത്മവിശ്വാസം, കണ്ടാലേ കൊതിയാവും. ആ ആ എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല. അയ്യയ്യയ്യേ, നിരാശയിൽ ഇങ്ങനെ ദീർഘനിശ്വാസം വിടരുത്. അത് എണ്ണക്കേടല്ലേ? ഇപ്പൊ പെണ്ണുങ്ങളുണ്ടല്ലോ ബഹിരാകാശത്തേക്ക് പോണ കാലമാണ്. ഇന്ത്യക്കാരി പോയിരിക്കല്ലേ? വായിച്ചില്ലേ സുനിത വില്യംസ്? പിന്നെയാണ് സ്കൂട്ടർ പഠിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചുരുവണത്. ബഹിരാജ്യത്ത് പോണതൊക്കെ എളുപ്പ ചേച്ചി, കഴിവുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊണ്ടുപോകും. പക്ഷേ ഗവൺമെന്റ് അതുപോലെ സ്കൂട്ടർ പഠിപ്പിക്കില്ലല്ലോ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇതിനൊന്നും കാശുമില്ല. അയ്യേ, നിരാശയെ ദീർഘനിശ്വാസം വിടുന്നത് ഒന്നും കൂടുതൽ പാടില്ല. എന്റെ കുഞ്ഞെ, സ്കൂട്ടർ പഠിക്കാൻ കോടിക്കണക്കിന് രൂപയൊന്നും വേണ്ട. കോടിക്കണക്കിനൊന്നും വേണ്ട, എത്രയെങ്കിലും വേണ്ടേ? കുബുത്തി ഉണ്ടെങ്കിലുണ്ടല്ലോ രൂപയേ വേണ്ട. എന്ന് വെച്ചാ മറ്റൊരാള് സ്കൂട്ടർ പഠിക്കുമ്പോ താല്പര്യമില്ലായ്മയൊക്കെ അഭിനയിച്ച് ആ സ്കൂട്ടർ ഓടിച്ചു പഠിക്കാൻ താല്പര്യമുണ്ടോ? മനസ്സിലായില്ല. ഞാൻ ഈ സാവകാശമായിട്ട് മനസ്സിലാക്കി തരാം. കുഞ്ഞ് കാഴ്ചകൾ കണ്ടോ കേട്ടോ. അല്ല ചേച്ചി, കുഞ്ഞേ, എന്താ ചേച്ചി? അയ്യോ ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട കുഞ്ഞല്ലേ അടുപ്പിന്റെ മൂട്ടി ഇന്ന് തീ കൊള്ളണത്. എന്താ? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു കുഞ്ഞേ, സ്വപ്നം കണ്ട് കുഞ്ഞൊരു സ്കൂട്ടറിൽ ഇങ്ങനെ പാഞ്ഞു പോണത്. സ്കൂട്ടറില്ല. ആ കീഴിക്ക് കുഞ്ഞ് എന്നെ ഓടിക്കണത് സ്കൂട്ടർ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എങ്ങനെയാണെന്നാ, അല്ല പളവളാന്നുള്ള സ്കൂട്ടർ കേട്ടാ. അയ്യോ, പുതിയ ഹെൽമെറ്റ് ഒക്കെ വെച്ച് അങ്ങോട്ട് നടന്നു വരണം കേട്ടാ. ചുരിദാറൊക്കെ ഇട്ട്, എന്നിട്ട് സ്കൂട്ടറിന്റെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു കിടക്കണ തുമ്പുക്കോന്ന്. എന്താ സ്കൂട്ടർ വീണോ? വീഴും. കുഞ്ഞു ഓടിക്കുമ്പോ കൊറേ വീഴും. കുഞ്ഞിന്റെ കരസ്പർശം ഏറ്റതും സ്കൂട്ടർ താനെ അങ്ങ് സ്റ്റാർട്ടായി. എന്റെ പൊന്നെ, പിന്നെ കുഞ്ഞ് കയറി 120 മൈൽ സ്പീഡില് കാറിന്റെ ലോറിയുടെ ഇടയിലൂടെ പാഞ്ഞു കയറിപ്പോയി. കുഞ്ഞേ, അല്ല, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങള് ഭാവനയിലെങ്കിലും ഒന്ന് കാണണ്ടേ? ചേച്ചി പറഞ്ഞത് ഞാൻ മനസ്സിലൊന്ന് കണ്ടതാ. ഒരു കാര്യവും മനസ്സിലിരിക്കേണ്ട കാര്യമില്ല കുഞ്ഞേ. എങ്ങനെ? മനസ്സ് വെച്ചാൽ. നമ്മൾ മനസ്സ് വെക്കണം. കുഞ്ഞിനിപ്പോ സ്കൂട്ടർ പഠിക്കണമെന്ന് മോഹമില്ലേ? ചേച്ചി പറഞ്ഞതൊക്കെ കേട്ടപ്പോ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഒരു മൂളിപ്പാട്ടും ഒക്കെ പാടി മോനെ മുന്നിലും ഭർത്താവിന്റെ പിന്നിലും ഇരുത്തി ഓടിച്ചു പോണോന്ന് മോഹമില്ലേ? ആശിപ്പിക്കല്ലേ, ആശിപ്പിക്കല്ലേ. പിന്നും തുടങ്ങി. എന്റെ കുഞ്ഞെ, ആശ വേണം. മനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ആശ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവാനുള്ള ഉഷാറുണ്ടാവും. കുഞ്ഞൊരു കാര്യം ചെയ്യും, ഹസ്ബൻഡിന്റെ കൂടെ പറയേ സ്കൂട്ടർ പഠിക്കണമെന്ന്. അയ്യോ ചേട്ടന്റെ ഈ കാശ്. എന്റെ കുഞ്ഞെ,
ഓരോ സമ്മേളനത്തിനൊക്കെ പോയി കാശ് വന്നോണ്ടിരിക്കുകയില്ലേ. ഒരു സ്കൂട്ടർ പഠിക്കാനുള്ള കാശൊക്കെ കൈ കാണും. അതുമല്ല വീട്ടു ചെലവിനെന്ന് പറഞ്ഞ് 5 പൈസയുടെ ചെലവ് ഇവിടെ ഇല്ലല്ലോ. എന്നാലും ഭാര്യമാര് നയത്തിനും തഞ്ചത്തിനും നിന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരു ഭർത്താവിന് നിഷേധിക്കാൻ പറ്റൂല. അപ്പോ അവതരിപ്പിക്കല്ലേ?